തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നീ എന്ന് പറഞ്ഞില്ലേ ആ വഴക്ക് തീർക്കണം ഞാൻ വന്നത്. കുറെ മാസങ്ങളായി പത്മയുടെ അടുത്തേക്ക് വരണമെന്ന് ഉദയ് പറയാൻ തുടങ്ങിയിട്ട്. വിവരങ്ങൾക്ക് വിശദമായിട്ട് പറയാം. ഒരുപാട് സംസാരിക്കാനുണ്ട് നിന്നോട്. അല്ല, എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നില്ല നീ? അത് ശരി. ഏട്ടൻ വാ. അല്ല, നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ? മക്കള് വന്നിട്ടില്ല? അവര് വളരെ നേരത്തെ എത്തി. ഇവിടെ ഈ കാണുന്ന കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ പണിയാ. ദേ അങ്ങോട്ട് നോക്കൂ. ഹായ്. അശ്ശൂടാ. ഏട്ടൻ വാ. വാ വാ. ഇറങ്ങി വാ രണ്ടുപേരും. വാ. വാ. ഉദയ്, വർഷങ്ങൾ എത്രയായി നമ്മൾ തമ്മിൽ കണ്ടിട്ടെന്ന് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. 20 വർഷം. ഈ നിൽക്കുന്ന എല്ലാവരെയും കൃത്യമായിട്ട് അറിയാമോ? ഇതിൽ കാണാത്തത് വേദമുള മാത്രമാ. പത്മ, ഐ എം റിയലി വെരി സോറി. കുടുംബം തുടങ്ങി വെച്ച യുദ്ധത്തിൽ ഞാനും നീയൊക്കെ ബലിയാടുകളാവുമായിരുന്നു. തറവാട്ടിലെ ഈഗോ നമ്മളിലേക്കും പടർന്നുവല്ലേ? ഞാൻ ആരോടും ഒരിക്കലും പിണങ്ങിയിട്ടൊന്നുമില്ല. ഏട്ടനാണ് എന്നെ നിന്ന് അകന്നു പോയത്. പരസ്പരം കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അമേരിക്കയിലെ ഞങ്ങളുടെ വീട്ടിൽ നീ തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. പിന്നെ നിന്റെ കുടുംബവും. പത്മ, പലപ്പോഴും ഞാൻ ഉദയോട് ചോദിച്ചിട്ടുണ്ട്, അനുജത്തെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ തിരിച്ചു പോയില്ലെന്ന്. കണ്ടിട്ടും എന്നോടുള്ള വിഷമം മാറിയിട്ടില്ല നിനക്ക്? ഏട്ടനെയും കുടുംബത്തെയും കണ്ട സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല. പക്ഷേ ഒഴുകിപ്പോയ 20 വർഷങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. കുറെ കാലം മനസ്സിൽ മറ്റെല്ലാ ചിന്തകളും ഞാൻ എന്റെ ബിസിനസിന് വേണ്ടി മാറ്റിവെച്ചു. ഇന്നും വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ സ്വന്തമായിട്ടുണ്ട്, നിനക്കുള്ളതുപോലെ. സിലിക്കൺ വാലിയിലെ അളിയന്റെ ബിസിനസിനെ കുറിച്ചും അതിന്റെ വ്യാപ്തിയെ കുറിച്ചും ഒക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയുന്നുണ്ടായിരുന്നു. ദേ, സൂര്യയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. ആ സൂര്യ വന്നേ. മോനെ സൂര്യ, നിന്നെക്കുറിച്ച് ഞാനും തിരക്കുന്നുണ്ടായിരുന്നു. പത്മ, തിരക്കുകൾ ഒഴിവാക്കി ഞാൻ വന്നത് മനസ്സിലുള്ള മുറിവുകൾ ഉണക്കാൻ വേണ്ടിയാ. ഞങ്ങൾ എല്ലാവരും കുറച്ചു ദിവസം ഇവിടെ നിന്നോടൊപ്പം കാണും. സമ്മതമാണോ നിനക്ക്? കൊള്ളാം. എന്തിനാ ഏട്ടാ എന്നോട് അങ്ങനെ ചോദിക്കുന്നത്? ഇതിലും വലിയ സന്തോഷമുള്ള ഒരു കാര്യമുണ്ടോ? അല്ല, എന്തിനാ നിങ്ങൾ ഇരുന്നേ ഇരിക്കേ ഇരിക്കേട്ടാ.